നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കേരള ചരിത്രമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഇന്ത്യ ചരിത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിക്കേണ്ടായി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ 2 തവണ വീതം വായിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഒരേപോലെ അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു നിസ്സഹകരണ പ്രസ്ഥാനവുമായി റിലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഖിലാഫത്തായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. എത്രാം ശതകത്തിലാണ് ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് ഭരണകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായത്? എത്രാം ശതകത്തിലാണ് ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് ഭരണകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായത്? ഇതിലാണ് 17ാം ശതകത്തിലാണ് കേട്ടോ. 17ാം ശതകത്തിലാണ് ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് ഭരണകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായത്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവ് ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവാണ് ജെയിംസ് ഒന്നാമൻ. 1642 ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം നടക്കുമ്പോൾ രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനായിരുന്നു. ഇംഗ്ലണ്ടിൽ 1642 ആഭ്യന്തര കലാപം നടക്കുമ്പോൾ രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനായിരുന്നു. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞതാരാണ്? അത് ജെയിംസ് ഒന്നാമനാണ്. മാഗ്ന കാർട്ടയുടെ ആദ്യ കരട് തയ്യാറാക്കിയ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ആരാണ്? മാഗ്ന കാർട്ടയുടെ ആദ്യ കരട് തയ്യാറാക്കിയ കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് സ്റ്റീഫൻ ലാങ്ടൺ. ജനാധിപത്യത്തിലേക്കുള്ള ആദ്യ കാൽവയ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? മാഗ്ന കാർട്ടയാണ് അല്ലേ. ജനാധിപത്യത്തിലേക്കുള്ള ആദ്യ കാൽവയ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ആ മാഗ്ന കാർട്ടയുടെ ആദ്യ കരട് തയ്യാറാക്കിയ കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് സ്റ്റീഫൻ ലാങ്ടൺ. അമേരിക്കയിലേക്ക് കുടിയേറാനായി പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? ഏതാണ്? മെയ്ഫ്ലവർ അല്ലേ. അമേരിക്കയിലേക്ക് കുടിയേറാനായി പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് മെയ്ഫ്ലവർ. 1815 നവംബർ 20 ഒപ്പുവയ്ക്കപ്പെട്ട പാരീസ് ഉടമ്പടിയിലൂടെ അവസാനിച്ച യുദ്ധം ഏതാണ്? നെപ്പോളിയോണിക് യുദ്ധങ്ങളാണ്. വർഷം 1815 നവംബർ 20. 1815 നവംബർ 20 ഒപ്പുവയ്ക്കപ്പെട്ട പാരീസ് ഉടമ്പടിയിലൂടെ അവസാനിച്ച യുദ്ധമാണ് നെപ്പോളിയോണിക് യുദ്ധങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിനു മുമ്പ് ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരമാണ് വേഴ്സൈൽസ് കൊട്ടാരം. അടുത്ത ചോദ്യം നോക്കിയേ. പുരോഹിതന്മാർക്ക് ഫ്രാൻസിലെ കർഷകർ കൊടുക്കേണ്ടിയിരുന്ന നികുതി ഏതാണ്? ടൈഡാണ്. പുരോഹിതന്മാർക്ക് ഫ്രാൻസിലെ കർഷകർ കൊടുക്കേണ്ടിയിരുന്ന നികുതിയാണ് ടൈഡും. ഫ്രാൻസിലെ കർഷകർ സർക്കാരിന് കൊടുക്കേണ്ടിയിരുന്ന നികുതി ഏതാണ്? തൈല്. ഇതപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാട്ടോ. അപ്പം പുരോഹിതന്മാർക്കാണ് ടൈഡ്, ഇനി കർഷകർ സർക്കാരിനാണെങ്കിൽ തൈൽ. വാട്ടർലൂ യുദ്ധത്തിന് ശേഷം നെപ്പോളിയൻ ഔപചാരികമായി കീഴടങ്ങിയ ചടങ്ങ് നടന്ന നൗക ഏതാണ്? HMS ബെല്ലറോഫൻ ഏതാണ്? വാട്ടർലൂ യുദ്ധത്തിന് ശേഷം നെപ്പോളിയൻ ഔപചാരികമായി കീഴടങ്ങിയ ചടങ്ങ് നടന്ന നൗകയാണ് HMS ബെല്ലറോഫൻ. ഏത് രാജാവിൻ്റെ തെറ്റായ നയങ്ങളെ തുടർന്നാണ് 1830 ഫ്രാൻസിൽ ജൂലൈ വിപ്ലവം നടന്നത്? ഏത് രാജാവിൻ്റെ തെറ്റായ നയങ്ങളെ തുടർന്നാണ് 1830 ഫ്രാൻസിൽ ജൂലൈ വിപ്ലവം നടന്നത്? ചാൾസ് പത്താമൻ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവമാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവം.
1905 രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ അരങ്ങേറിയത് ഏത് റഷ്യൻ നഗരത്തിലാണ്? സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് 1905 രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. എവിടെയാണ് അരങ്ങേറിയത്? ഏത് നഗരത്തിലാണ്? സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. പെട്രോഗ്രാഡ്. റഷ്യൻ വിപ്ലവം ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, യൂറോപ്പിൽ നാറ്റോ ശക്തികളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഴ്സ ഉടമ്പടി രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1955 യൂറോപ്പിൽ നാറ്റോ ശക്തികളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഴ്സ ഉടമ്പടി രൂപീകരിക്കപ്പെട്ട വർഷം 1955. കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കർട്ടൻ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയതാരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കർട്ടൻ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ട രാജ്യം ഏതാണ്? റഷ്യയാണ് അല്ലേ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ട രാജ്യം ഏതാണ്? റഷ്യ. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ 1914 മുതൽ 18 വരെ. റഷ്യൻ വിപ്ലവം നടക്കുന്നത് എവിടെയാണ്? ഏത് സമയത്ത്? 1917 അല്ലേ? റഷ്യയിൽ 1917 നവംബർ 6 നടത്തിയ ഒക്ടോബർ വിപ്ലവത്തിലൂടെ ലെനിൻ ആരെയാണ് സ്ഥാനഭ്രഷ്ടനാക്കിയത്? കെരൻസ്കിയാണ് കേട്ടോ. 1917 നവംബർ 6 നടത്തിയ ഒക്ടോബർ വിപ്ലവത്തിലൂടെ ലെനിൻ ആരെയാണ് സ്ഥാനഭ്രഷ്ടനാക്കിയത്? കെരൻസ്കിനെയാണ് സ്ഥാനഭ്രഷ്ടനാക്കിയത്. അവസാനത്തെ റഷ്യൻ ചക്രവർത്തിയായിരുന്ന സാർ ചക്രവർത്തിയുടെ രാജകുടുംബത്തിന്റെ പേരെന്താണ്? അവസാനത്തെ റഷ്യൻ ചക്രവർത്തിയായിരുന്ന സാർ ചക്രവർത്തിയുടെ രാജകുടുംബത്തിന്റെ പേരാണ് റോമനോവ് എന്നാണ്. റഷ്യൻ ചക്രവർത്തി റോമനോവ്. മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഏതാണ്? രണ്ടാം ഇന്റർനാഷണൽ ആണ്. മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ആണ് രണ്ടാം ഇന്റർനാഷണൽ. ഒക്ടോബർ വിപ്ലവത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ ആയി ലെനിൻ വിലയിരുത്തിയ സംഭവം ഏതാണ്? 1905 വിപ്ലവമാണ്. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ ആയിട്ട് ലെനിൻ വിലയിരുത്തിയത് 1905 വിപ്ലവമാണ്. 1905 വിപ്ലവത്തെ തുടർന്ന് റഷ്യയിലെ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ സ്ഥാപിച്ച നിയമനിർമ്മാണ സഭയുടെ രണ്ടാം ചേംബറാണ് ദ്യൂമ എന്നറിയപ്പെടുന്നത്. സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ സ്ഥാപിച്ച നിയമനിർമ്മാണ സഭയുടെ രണ്ടാം ചേംബറാണ്. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവകാലത്ത് ആരാണ് അധികാരം സോവിയറ്റുകൾക്ക് അഥവാ തൊഴിലാളി കൗൺസിലുകൾക്ക്, കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ലെനിനാണ്. അത് ഒക്ടോബർ വിപ്ലവകാലത്താണ് കേട്ടോ. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവകാലത്ത് അധികാരം സോവിയറ്റുകൾക്ക്, തൊഴിലാളി കൗൺസിലുകൾക്ക് അല്ലെങ്കിൽ കൃഷിഭൂമി കർഷകർക്ക് അങ്ങനെയൊക്കെ ആഹ്വാനം ചെയ്തത് ആരാണ്? ലെനിനാണ്. ലെനിൻ പ്രസിഡന്റായ വിപ്ലവ ഗവൺമെന്റിനെതിരെ ഭൂപ്രഭുക്കളും സാർ ഭരണകാലത്തെ സൈനിക ഉദ്യോഗസ്ഥരും പ്രഭുവർഗവും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപം നൽകിയ സംഘം ഏതാണ്? അതാണ് വെള്ളപ്പട അഥവാ വൈറ്റ് ഗാർഡ്സ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ലെനിൻ പ്രസിഡന്റായ വിപ്ലവ ഗവൺമെന്റിനെതിരെയുള്ളതാണ് ഇത് വെള്ളപ്പട. ലെനിൻ പ്രസിഡന്റായ വിപ്ലവ ഗവൺമെന്റിനെതിരെ ഭൂപ്രഭുക്കളും സാർ ഭരണകാലത്തെ സൈനിക ഉദ്യോഗസ്ഥരും പ്രഭുവർഗവും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപം നൽകിയ സംഘമാണ് വെള്ളപ്പട, വൈറ്റ് ഗാർഡ്സ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ പ്രീമിയർ ആണ് ചൗ എൻ ലായ്. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ പ്രീമിയർ ഏതാണ്? ചൗ എൻ ലായ് ആണ്. ചൈന പുനരുജ്ജീവന പാർട്ടി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടി ഏതാണ്? കുമിതാങ് പാർട്ടി. ചൈന പുനരുജ്ജീവന പാർട്ടി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കുമിതാങ് പാർട്ടിയാണ്.
1949 ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഏത് ദ്വീപിലേക്കാണ് പലായനം ചെയ്തത്? തായ്വാനിലേക്കാണ് കേട്ടോ. 1949 ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഏത് ദ്വീപിലേക്കാണ് പലായനം ചെയ്തത്? തായ്വാൻ ഫോർമോസയിലേക്കാണ് പലായനം ചെയ്തത്. ഇനി കുറച്ച് സൂപ്പർ ഫാക്റ്റ് എന്ന് പറഞ്ഞ് 3 എണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതോടൊപ്പം തന്നെ ബാക്കി ക്ലാസ്സുകൾ ഇപ്പോൾ മലയാളമായി റിലേറ്റ് ചെയ്തെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. മെയ് 4th മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. മെയ് 4th മൂവ്മെന്റ്, വർഷം ഓർക്കുക, 1919. മെയ് 4th മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന രാജ്യം ചൈന. ജൂതന്മാരെ ഉപദ്രവിക്കുന്നതിന് ഹിറ്റ്ലർ പാസാക്കിയെടുത്ത നിയമങ്ങൾ. ജൂതന്മാരെ ഉപദ്രവിക്കുന്നതിന് ഹിറ്റ്ലർ പാസാക്കിയെടുത്ത നിയമങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂറംബർഗ് നിയമങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനങ്ങൾക്ക് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണമെന്ന ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബെൽഫോർ പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടി വായിക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനങ്ങൾക്ക് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം അനുവദിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? ബെൽഫോർ പ്രഖ്യാപനം എന്ന പേരിലാണ്. തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചെന്താ? ജൂതന്മാരെ ഉപദ്രവിക്കുന്നതിന് ഹിറ്റ്ലർ പാസാക്കിയ നിയമങ്ങൾ എന്ത് പറയും? ന്യൂറംബർഗ് നിയമങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ നാസിസം ഫാസിസം ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഉള്ള കാര്യമാണ്. അടുത്ത ചോദ്യം. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ചൈനയിൽ മറ്റു രാജ്യങ്ങൾ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ സ്വന്തം രാജ്യത്തിന് അവസരമൊരുക്കാനായി തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? ജോൺ ഹേ ആണ്. ഒന്നും കൂടി നോക്കാം. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ചൈനയിൽ മറ്റു രാജ്യങ്ങൾ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ സ്വന്തം രാജ്യത്തിന് അവസരമൊരുക്കാനായി തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ജോൺ ഹേ. അധികാരം പ്രവഹിക്കുന്നത് തോക്കിൻ കുഴലിലൂടെയാണ് എന്ന് പറഞ്ഞതാരാണ്? മാവോ സേതുങ് ആണ് കേട്ടോ. അധികാരം പ്രവഹിക്കുന്നത് തോക്കിൻ കുഴലിലൂടെയാണ് എന്ന് പറഞ്ഞത് മാവോ സേതുങ് ആണ്. ചരിത്രം എനിക്ക് മാപ്പു തരും എന്ന പ്രഭാഷണം ഫിഡൽ കാസ്ട്രോ നടത്തിയത് ഏത് വർഷമാണ്? 1953 1953 ചരിത്രം എനിക്ക് മാപ്പു തരും എന്ന പ്രഭാഷണം ആരാണ് നടത്തിയത്? ഫിഡൽ കാസ്ട്രോ. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെ ന്യായീകരിച്ച് വിചാരണ വേളയിലാണ് കേട്ടോ അത്. 1953 ചരിത്രം എനിക്ക് മാപ്പു തരും, ഫിഡൽ കാസ്ട്രോ. ലാറ്റിൻ അമേരിക്കയുടെ വിമോചനത്തിന് വേണ്ടി ആൻറ്റി സൈന്യം രൂപീകരിച്ചതാരാണ്? സാൻ മാർട്ടിൻ ആണ്. ലാറ്റിൻ അമേരിക്കയുടെ വിമോചനത്തിന് വേണ്ടി ആൻറ്റി സൈന്യം രൂപീകരിച്ചത് സാൻ മാർട്ടിൻ. ക്യൂബയിൽ 1959 ഫിഡൽ കാസ്ട്രോ ആർക്കെതിരെയാണ് വിപ്ലവം നയിച്ചത്? ക്യൂബയിൽ 1959 ഫിഡൽ കാസ്ട്രോ ആർക്കെതിരെയാണ് വിപ്ലവം നയിച്ചത്? ഫുൾജെൻസിയോ ബാറ്റിസ്റ്റ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതാരാണ്? സൈമൺ ബൊളിവർ ആണ്. ഏതൊക്കെയാണ്? വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കയിൽ ആദ്യ വിപ്ലവം നടന്ന രാജ്യം ഏതാണ്? ലാറ്റിൻ അമേരിക്കയിൽ ആദ്യ വിപ്ലവം നടന്നത് വെനസ്വേലയിലാണ്. ലാറ്റിൻ അമേരിക്കയിൽ ആദ്യ വിപ്ലവം നടന്ന രാജ്യം വെനസ്വേല. സൈമൺ ബൊളിവർ അന്തരിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ്? സൈമൺ ബൊളിവർ അന്തരിച്ചത് കൊളംബിയയിൽ വെച്ചാണ്. സൈമൺ ബൊളിവർ അന്തരിച്ചത് എവിടെ വെച്ചാണ്? കൊളംബിയയിൽ വെച്ചാണ്.
ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിൽ ഉൾപ്പെട്ട സോവിയറ്റ് നേതാവ് നികിത ക്രൂഷേവ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിൽ ഉൾപ്പെട്ട സോവിയറ്റ് നേതാവാണ് നികിത ക്രൂഷേവ്. ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് മിറാൻഡയാണ്. ഫ്രാൻസിസ്കോ മിറാൻഡയാണ് ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്ന് അറിയപ്പെടുന്നത്. സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് മിറാൻഡയാണ് കേട്ടോ. സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാൻസിസ്കോ മിറാൻഡയാണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നതും സൈമൺ ബൊളിവറാണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ എന്താ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. അർജന്റീനയ്ക്ക് സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ആരാണ്? അർജന്റീനയ്ക്ക് സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ജോസ് ഡി സാൻ മാർട്ടിനാണ്. അർജന്റീനയ്ക്ക് സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോസ് ഡി സാൻ മാർട്ടിനാണ്. ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസ് ഡി സാൻ മാർട്ടിൻ. 1822 രക്തച്ചൊരിച്ചിൽ കൂടാതെ സ്വാതന്ത്ര്യം നേടിയ തെക്കേ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. വർഷം 1822 രക്തച്ചൊരിച്ചിൽ കൂടാതെ സ്വാതന്ത്ര്യം നേടിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. തെക്കേ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജോസ് ഡി സാൻ മാർട്ടിനാണ്. തെക്കേ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജോസ് ഡി സാൻ മാർട്ടിൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നടന്ന പ്രസിദ്ധമായ വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, റഷ്യൻ വിപ്ലവമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കാനിടയായ സംഭവം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കാനിടയായ സംഭവം ഏതാണ്? ലൂസിറ്റാനിയ സംഭവം. 1915 കേട്ടോ. ലൂസിറ്റാനിയ സംഭവമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കാനിടയായ സംഭവമാണ്. 1917 ഏപ്രിൽ 6 ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. 1917 ഏപ്രിൽ 6 ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധം നടന്നത് എന്നാണ്? 1914 ജൂൺ 28 ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധം നടന്നതെന്നാണ്? 1914 ജൂൺ 28 ഈ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധത്തിൽ സെർബിയയ്ക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഒരു മാസം കഴിഞ്ഞ്. നോക്കി, 1914 ജൂലൈ 28 കേട്ടോ. അപ്പം അദ്ദേഹത്തിന്റെ വധം നടന്നത് 1914 ജൂൺ 28. സെർബിയയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം നടത്തിയതെന്നാണ്? 1914 ജൂലൈ 28. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യമാണ് സെർബിയ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യം ഏതാണ്? സെർബിയയാണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ലോയിഡ് ജോർജ് ആയിരുന്നു. അവസാനിക്കുമ്പോൾ ലോയിഡ് ജോർജും ആരംഭിച്ചപ്പോൾ ആസ്ക്വിത്തും. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആരായിരുന്നു? റെയ്മണ്ട് പോളിൻകെയർ ആണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഫ്രഞ്ച് പ്രസിഡന്റ്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ചേരി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സഖ്യശക്തികൾ എന്നൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് സഖ്യശക്തികളിൽ വരുന്നത്? ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക. ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക സഖ്യശക്തികൾ. ഇനി
ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ഉൾപ്പെടുന്ന ചേരിയാണ് കേന്ദ്രീയ ശക്തികൾ, സെൻട്രൽ പവേഴ്സ്. ഏതൊക്കെയായിരുന്നു? ഓസ്ട്രിയ ഹംഗറി, പിന്നെ ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം. അത് കേന്ദ്രീയ ശക്തികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത് ഏത് നഗരത്തിലാണ്? പാരീസിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത് ഏത് നഗരത്തിലാണ്? പാരീസ്. പാരീസിലാണ് സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത്. അടുത്ത ചോദ്യം, ബ്രെസ്റ്റിറ്റോസ് കരാറിലൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ ജർമ്മനിയിലെ കൈസർ വില്യം രണ്ടാമൻ പദവി ഉപേക്ഷിച്ച് ഏത് രാജ്യത്തേക്കാണ് രക്ഷപ്പെട്ടത്? ഹോളണ്ടിലേക്കാണ് കേട്ടോ. ജർമ്മനിയിലെ കൈസർ വില്യം രണ്ടാമൻ പദവി ഉപേക്ഷിച്ച് ഏത് രാജ്യത്തേക്കാണ് രക്ഷപ്പെട്ടത്? ഹോളണ്ടിലേക്കാണ് രക്ഷപ്പെട്ടത്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ഏത് ചരിത്രകാരനാണ്? H.G. വെൽസ് ആണ്. H.G. വെൽസ് ആണ്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് അഭിപ്രായപ്പെട്ടത് ഏത് ചരിത്രകാരനാണ്? H.G. വെൽസ് ആണ്. ഒന്നാം ലോക മഹായുദ്ധ അവസാനം രൂപം നൽകിയ സമാധാന ഉടമ്പടിയുടെ രൂപരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? 14 പോയിന്റ് ആണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധ അവസാനം രൂപം നൽകിയ സമാധാന ഉടമ്പടിയുടെ രൂപരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? 14 പോയിന്റ്സ് ആണ്. എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? 14 പോയിന്റ്സ് ആണ്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് വുഡ്രോ വിൽസൺ. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുവാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചതാരാണ്? വുഡ്രോ വിൽസൺ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ചപ്പുറത്തെ സ്ലൈഡിലാണ്, അതുകൊണ്ടാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം നബീബിയയുടെ നിയന്ത്രണം ഏത് രാജ്യത്തിനാണ് കൈമാറിയത്? ഏതിനാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്ക. ഒന്നാം ലോക യുദ്ധാനന്തരം നബീബിയയുടെ നിയന്ത്രണം ഏത് രാജ്യത്തിനാണ് കൈമാറിയത്? ദക്ഷിണാഫ്രിക്ക. ഇനി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഏതാണ്? ഇറ്റലിയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഏതാണ്? ഇറ്റലി. ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിൽ എതിരാളികൾ പിടികൂടി തൊലിയുരിച്ചു കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ ഭരണാധികാരിയാണ് ബെനിറ്റോ മുസോളിനി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിൽ എതിരാളികൾ പിടികൂടി തൊലിയുരിച്ച് കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ ഭരണാധികാരി ഇറ്റലി അല്ലെ, മുസോളിനി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെട്ടിരുന്ന സംഭവം സ്പാനിഷ് കലാപമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെട്ടിരുന്ന സംഭവം ഏതാണ്? സ്പാനിഷ് കലാപം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യമാണ് നോർവേ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചു, എന്നാലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യം ഏതാണ്? നോർവേ ആണ്. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1914 മുതൽ 18. രണ്ടാം ലോക മഹായുദ്ധവും 1939 മുതൽ 45 വരെയാണ് കേട്ടോ. ഇനി
രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ്? പോളണ്ടിലാണ്. നമുക്കറിയാമായിരുന്നു അല്ലേ, നമ്മൾ നാസിസം ഫാസിസം ഒക്കെ പഠിക്കുമ്പോൾ അതിലും നാസിസം കുറേ കോൺസെൻട്രേഷൻ ഒക്കെ സ്ഥാപിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ്? ഓഷ്വിറ്റ്സ് പോളണ്ടിലാണ് കേട്ടോ. പോളണ്ടിൽ നമ്മൾ ആരുടെയാണ്? ആൻ ഫ്രാങ്കിൻ്റെ കാര്യമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇനിയും രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒടുവിൽ കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ജപ്പാനാണ്. ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒടുവിൽ കീഴടങ്ങിയത്. നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഇറ്റലിയും ഒടുവിൽ കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഏതാണ്? ജപ്പാനുമാണ് കേട്ടോ. ജപ്പാനുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം 1945 സെപ്റ്റംബർ 2 ജപ്പാൻ ഏത് അമേരിക്കൻ ജനറലിന് മുന്നിലാണ് കീഴടങ്ങിയത്? ഡഗ്ലസ് മാക് ആദർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം 1945 സെപ്റ്റംബർ 2 ജപ്പാൻ ഏത് അമേരിക്കൻ ജനറലിന് മുന്നിലാണ് കീഴടങ്ങിയത്? ഡഗ്ലസ് മാക് ആദർ. ഓസ്ട്രിയയുടെ ചില പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ചെക്കോസ്ലാവാക്യ, യൂഗോസ്ലാവിയ എന്നീ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് ഏത് ഉടമ്പടി പ്രകാരമാണ്? സെന്റ് ജർമ്മൻ ഉടമ്പടിയാണ് കേട്ടോ. ഏതാണ്? സെന്റ് ജർമ്മൻ ഉടമ്പടി. ഓസ്ട്രിയയുടെ ചില പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ചെക്കോസ്ലാവാക്യ, യൂഗോസ്ലാവിയ എന്നീ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് ഏത് ഉടമ്പടി പ്രകാരമാണ്? സെന്റ് ജർമ്മൻ ഉടമ്പടി. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിക്കെതിരെ സഖ്യകക്ഷികൾ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിക്കെതിരെ സഖ്യകക്ഷികൾ യുദ്ധം പ്രഖ്യാപിച്ചതെന്നാണ്? 1939 സെപ്റ്റംബർ 3. ലോകമഹായുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിച്ച ഭൂഖണ്ഡമാണ് യൂറോപ്പ് കേട്ടോ. യൂറോപ്പ് ലോകമഹായുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിച്ച ഭൂഖണ്ഡം ഏതാണ്? യൂറോപ്പാണ്. 1941 ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഏതാ വർഷം? 41 കേട്ടോ. 1941 ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് അറ്റ്ലാന്റിക് യുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് അറ്റ്ലാന്റിക് യുദ്ധം. ഇതിൽ നമ്മൾ ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി റിലേറ്റ് ചെയ്തത് ഏതൊക്കെയാണ്? അപ്പം ബാൽക്കൺ, അതോടൊപ്പം തന്നെ പിന്നെ ഏതായിരുന്നു? മൊറോക്കോ. അതൊക്കെ അങ്ങനെ ഒരു പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലവും അതുപോലെ ഇപ്പോൾ നാസിസം ഫാസിസം അതൊക്കെ ഏതിൽ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ച് എഴുതി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇതിലും നമ്മൾ ആ മഹത്തായ വിപ്ലവം ഇതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നത്? അമേരിക്കൻ, ഇപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഏതിലാണ്? പിന്നെ എസ്റ്റേറ്റുകൾ തിരിക്കുന്നത് ഏതിലാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു പോയിന്റ് എഴുതി പഠിക്കുക. ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, സോവിയറ്റ് യൂണിയൻ ഒരു പക്ഷത്തും ജർമ്മനിയും അച്ചുതണ്ട് ശക്തികളും മറുപക്ഷത്തുമായി നടന്ന ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് നടന്ന കാലഘട്ടം ഏതാണ്? 1942 മുതൽ 43 വരെയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കി. സോവിയറ്റ് യൂണിയൻ ഒരു പക്ഷത്തും ജർമ്മനിയും അച്ചുതണ്ട് ശക്തികൾ മറുപക്ഷത്തുമായി നടന്ന ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് എന്നാണ് 42 മുതൽ 43 വരെ. അടുത്ത ചോദ്യം നോക്കാം. ജൂതരെ കൂട്ടക്കൊല ചെയ്ത എന്താണെന്ന് നോക്കിയേ. സൂപ്പർ ഫാക്റ്റ് നമുക്കത് കഴിഞ്ഞ് നോക്കാം. ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഹോളോകോസ്റ്റിനായി ജർമ്മനിയിൽ രൂപം നൽകിയ സൈനിക വിഭാഗമാണ് തവിട്ട് കുപ്പായക്കാർ. ജർമ്മനിയിൽ തവിട്ട് കുപ്പായക്കാർ ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഹോളോകോസ്റ്റ് അത് ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ജൂതരുടെ നമ്മൾ കൂട്ടക്കൊല ചെയ്യുന്ന അതിനെ പറയാം ഹോളോകോസ്റ്റ് കേട്ടോ. അപ്പം അങ്ങനെ ഹോളോകോസ്റ്റിനായിട്ട്
ജർമ്മനിയിൽ രൂപം നൽകിയ സൈനിക വിഭാഗമാണ് എന്ത്? തവിട്ട് കുപ്പായക്കാർ. ഏതാണ്? തവിട്ട് കുപ്പായക്കാർ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ദ ബ്രിഡ്ജ് ഓൺ റിവർ ക്വായ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ദി ബ്രിഡ്ജ് ഓൺ റിവർ ക്വായ്. ഇത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട്, ഒന്നാം ലോക മഹായുദ്ധവുമായി റിലേറ്റ് ചെയ്തും കുറച്ച് ചലച്ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതും അതോടൊപ്പം തന്നെ അതിൻ്റെ ആരാണ് സംവിധായകൻ എന്നുള്ളത് നമ്മൾ നോക്കി വയ്ക്കണം. ഒരു 3-4 ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാം ലോക മഹായുദ്ധം അല്ലേ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ദി ബ്രിഡ്ജ് ഓൺ റിവർ ക്വായ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഡേവിഡ് ലീൻ ആണ്. ഡേവിഡ് ലീൻ. ദി ബ്രിഡ്ജ് ഓൺ റിവർ ക്വായ് ഏതാണ്? ഡേവിഡ് ലീൻ ആണ്. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് പാടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ അടുത്ത എക്സാമിന് തൊട്ട് മുമ്പ് ഒന്ന് ഓടിച്ച് കേൾക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും അത് ആൻസറിലേക്ക് എത്താനുള്ള അല്ലേ നമ്മുടെ മനസ്സിൽ ആൻസർ വരുന്ന ഒരു സന്ദർഭവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർമൻഡിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഓവർലോഡ് ആണ്. ഓപ്പറേഷൻ ഓവർലോഡ്. ഒന്നും കൂടി നോക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർമൻഡിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. 60 വർഷത്തോളം നീണ്ട ശീതയുദ്ധം അവസാനിക്കാനിടയായ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെയും സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരി ഗോർബച്ചേവിന്റെയും കൂടിക്കാഴ്ച നടന്നത് ഏത് രാജ്യത്താണ്? മാൾട്ടയിലാണ്. 60 വർഷത്തോളം നീണ്ട ശീതയുദ്ധം അവസാനിക്കാനിടയായ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെയും സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരി ഗോർബച്ചേവിന്റെയും കൂടിക്കാഴ്ച നടന്നത് എവിടെയാണ്? മാൾട്ട. വർഷം 1989ലാണ്. 1989. 1942 ജനുവരി 1 ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ വെച്ച് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. 1942 ജനുവരി 1 ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ വെച്ച് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിലെ നാഴികക്കല്ലായ ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? 26 രാജ്യങ്ങളാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിലെ നാഴികക്കല്ലായ ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? 26 രാജ്യങ്ങൾ. യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരുന്നു? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ചൈന, അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് 1944 ഓഗസ്റ്റ് 21 മുതൽ ഒക്ടോബർ 7 വരെ എവിടെ സമ്മേളിച്ചാണ് UNO സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം രൂപപ്പെടുത്തിയത്? ഡംബാർട്ടൺ ഓക്സിലാണെന്നും കൂടി നോക്കാം. ഏതൊക്കെയാണ്? ചൈന, അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. അപ്പോൾ ചൈന, അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് 1944 ഓഗസ്റ്റ് 21 മുതൽ ഒക്ടോബർ 7 വരെ എവിടെ സമ്മേളിച്ചാണ് UNO സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം രൂപപ്പെടുത്തിയത്? എവിടെയാണ്? ഡംബാർട്ടൺ ഓക്സ്. 1945 യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏതൊക്കെ രാജ്യങ്ങളുടെ നേതാക്കളാണ്? USA, UK, സോവിയറ്റ് യൂണിയൻ. ഏതൊക്കെയാണ്? USA, UK, സോവിയറ്റ് യൂണിയൻ. 1945 യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏതൊക്കെ രാജ്യങ്ങളുടെ നേതാക്കളാണ്? USA, UK, സോവിയറ്റ് യൂണിയൻ. 1945 യാൾട്ട സമ്മേളനത്തിൽ അമേരിക്കൻ ഐക്യനാടുകളെ പ്രതിനിധാനം ചെയ്തത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് കേട്ടോ. 1945 യാൾട്ട സമ്മേളനത്തിൽ അമേരിക്കൻ ഐക്യനാടുകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി കുറച്ചും കൂടിയുള്ളൂ. ഇനി മുന്നേ നമ്മളൊരു സൂപ്പർ ഫാക്റ്റ് ഉണ്ടായില്ലേ, അത് നോക്കാം. അത് കഴിഞ്ഞ് ഒരു സ്ലൈഡും കൂടിയുള്ളൂ കേട്ടോ. യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ഉടമ്പടി എന്ന് പറയുന്നു? കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ. യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ഉടമ്പടിയാണ് കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ.
ഡെങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയുമായി റിലേറ്റ് ചെയ്തതാണ് ഡെങ്കൽ ഡ്രാഫ്റ്റ് കേട്ടോ. ഡെങ്കൽ ഡ്രാഫ്റ്റ് ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടനയുടെ രൂപവൽക്കരണത്തിന് നിദാനമായ മരക്കേഷ് ഉടമ്പടി ഏത് രാജ്യത്ത് വെച്ചാണോ ഒപ്പിട്ടത്? മൊറോക്കോയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏതാണ്? മരക്കേഷ് ഉടമ്പടി ഏത് രാജ്യത്ത് വെച്ചാണ് ഒപ്പിട്ടത്? മൊറോക്കോയിൽ വെച്ചിട്ടാണ് ഒപ്പിട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് രാജ്യത്ത് വെച്ചാണ് 1945 ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 2 വരെ പോട്സ്ഡാം സമ്മേളനം നടന്നത്? ജർമ്മനി. ഏത് രാജ്യത്ത് വെച്ചാണ് 1945 ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 2 വരെ പോട്സ്ഡാം സമ്മേളനം നടന്നത്? ജർമ്മനിയിൽ വെച്ചിട്ടാണ്. ഇനി ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യമാണ് പോളണ്ട്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഏറ്റവും ഒടുവിൽ ഒപ്പുവെച്ചത് പോളണ്ട് ആണ് കേട്ടോ. ഏറ്റവും ഒടുവിൽ ഒപ്പുവെച്ചത് പോളണ്ട്. UN ജനറൽ അസംബ്ലിയുടെ 1946 ജനുവരി 10 ലണ്ടനിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 51. അപ്പോൾ നോക്കിയേ, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും അവസാനം ചാർട്ടറിൽ ഒപ്പുവെച്ചത് പോളണ്ട്. ഇനി UN ജനറൽ അസംബ്ലിയുടെ 1946 ജനുവരി 10 ലണ്ടനിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 51. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയുടെ പ്രസിഡന്റിന്റെ കാലാവധി? പൊതുസഭയുടെ പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ് കേട്ടോ. രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പൊതുസഭയാണ്. രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടനാ ഘടകമാണ് പൊതുസഭ. പൊതുസഭയുടെ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ്? 1 വർഷമാണ്. ഇനി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ നോൺ പെർമനന്റ് അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? അത് 2 വർഷമാണ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ നോൺ പെർമനന്റ് അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതിയുടെ അധ്യക്ഷ പദത്തിന്റെ കാലാവധി 1 മാസമാണ്. ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതിയുടെ അധ്യക്ഷ പദത്തിന്റെ കാലാവധി എത്രയാണ്? 1 മാസം. ആരുടെ ശുപാർശയിലാണ് UN പൊതുസഭ ഒരു രാജ്യത്തിന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യുന്നത്? രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരമാണ് കേട്ടോ. ആരുടെ ശുപാർശയിലാണ് UN പൊതുസഭ ഒരു രാജ്യത്തിന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യുന്നത്? രക്ഷാസമിതിയുടെ. ഏറ്റവും കൂടുതൽ കാലം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. 73 മുതൽ 88 വരെ. 1973 മുതൽ 1988 വരെ ആരായിരുന്നു? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആയിരുന്നു. ആഗോളതലത്തിൽ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO അല്ലേ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താനുള്ള ആഗോളതലത്തിലുള്ള ഒരു സംഘടനയാണ്. ഇനി ഏഷ്യൻ വികസന ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഉള്ള രാജ്യമാണ് ജപ്പാനും USA-യും. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജപ്പാനും USA-യും ആണ്. ഇനി ഏത് രാജ്യക്കാരാണ് ഏഷ്യൻ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളത്? ഏതാ? ജപ്പാനാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ്? ഷെയർ വിഹിതം കൂടുതലായതിനാൽ. ഏത് രാജ്യക്കാരാണ് ഏഷ്യൻ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇനി UN പതാകയെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. UN പതാകയിലെ ചിത്രം എന്താണ്? ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടമാണ്. UN പതാകയിലെ ചിത്രം. UN പതാകയിൽ വൻ കരകളെ ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഏത് നിറമാണ്? വെളുപ്പ് നിറത്തിലാണ്. ഏത് ധ്രുവത്തിൽ നിന്നുള്ള ഭൂഗോളത്തിന്റെ ദൃശ്യമാണ് UN പതാകയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ഉത്തര ധ്രുവത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഉത്തര ധ്രുവത്തിൽ നിന്നുള്ള ഭൂഗോളത്തിന്റെ ദൃശ്യമാണ് UN പതാകയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്.
എത്ര വൃത്തങ്ങളായാണ് UN പതാകയിലുള്ളത്? 5 വൃത്തങ്ങളാണ്. എത്ര വൃത്തങ്ങളാണുള്ളത്? 5 വൃത്തങ്ങൾ. പൊതുസഭ UN പതാക അംഗീകരിച്ചത് 1947 ഒക്ടോബർ 20-നാണ്. പൊതുസഭ UN പതാക അംഗീകരിച്ചതെന്നാണ് 1947 ഒക്ടോബർ 20. എത്ര വൃത്തങ്ങളുണ്ട്? 5 വൃത്തങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, ഉന്നമനം എന്നിവ ലക്ഷ്യമിടുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ UN വിമൺ നിലവിൽ വന്നതെന്നാണ്? 2010-ലാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, ഉന്നമനം എന്നിവ ലക്ഷ്യമിടുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ UN വിമൺ നിലവിൽ വന്നത് 2010-ലാണ് കേട്ടോ. 2010. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ യോഗം എല്ലാ വർഷവും നടക്കുന്നത് ഏത് മാസത്തിലാണ്? ജൂലൈ മാസത്തിലാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ യോഗം എല്ലാ വർഷവും ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? UN മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആദ്യ കരട് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ കനേഡിയൻ നിയമജ്ഞനാണ് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആദ്യ കരട് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ കനേഡിയൻ നിയമജ്ഞൻ ആരാണ്? ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏക ആക്ടിംഗ് സെക്രട്ടറി ജനറൽ സർ ഗ്ലാഡ്വിൻ ജെബ് ആണ്. സർ ഗ്ലാഡ്വിൻ ജെബ് ഏക ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആണ് സർ ഗ്ലാഡ്വിൻ ജെബ്. അടുത്ത ചോദ്യം, കൊറിയൻ യുദ്ധത്തിൽ USSRന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ച ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലി. കൊറിയൻ യുദ്ധത്തിൽ USSRന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ച ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആണ് ട്രിഗ്വേലി. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാ? അഡീസ് അബാബ, എത്യോപ്യ അഡീസ് അബാബയിലാണ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം. ആഫ്രിക്കൻ യൂണിയന്റെ പ്രമാണവാക്യം ഏതാണ്? എ യുണൈറ്റഡ് ആൻഡ് സ്ട്രോങ് ആഫ്രിക്ക. എ യുണൈറ്റഡ് ആൻഡ് സ്ട്രോങ് ആഫ്രിക്ക. ആസിയാൻ എന്ന സംഘടനയുടെ ആപ്തവാക്യം ആസിയാൻ എന്താണ്? 1 വിഷൻ 1 ഐഡന്റിറ്റി 1 കമ്മ്യൂണിറ്റി. 1 വിഷൻ 1 ഐഡന്റിറ്റി 1 കമ്മ്യൂണിറ്റി. ആസിയാൻ എന്ന സംഘടനയുടെ ആപ്തവാക്യം. കോമൺവെൽത്തിന്റെ രൂപവൽക്കരണത്തിന് തുടക്കം കുറിച്ച ബെൽഫോർ പ്രഖ്യാപനം ഏത് വർഷമായിരുന്നു? 1926 അല്ലേ? കോമൺവെൽത്തിന്റെ രൂപവൽക്കരണത്തിന് തുടക്കം കുറിച്ച ബെൽഫോർ പ്രഖ്യാപനം 1926. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി യോഗം നടന്ന വർഷം, അതായത് കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നാണ്. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് നടന്നത്, ഇന്ത്യയിൽ ആദ്യമായി നടന്നത് 1983 എവിടെ? ഗോവയിലാണ്. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് നടന്നത് 1983 എവിടെ വെച്ച്? ഗോവയിൽ വെച്ച്. സോവിയറ്റ് യൂണിയൻ ശിഥിലമായതിനെ തുടർന്ന് രൂപം കൊണ്ട സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ സംഘടന. സോവിയറ്റ് യൂണിയൻ ശിഥിലമായതിനെ തുടർന്ന് രൂപം കൊണ്ട സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയന് പുറത്തുപോയ നടപടി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ബ്രെക്സിറ്റ്. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപവൽകൃതമായ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഖ്യമാണ് നാറ്റോ അല്ലേ? നാറ്റോ. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപവൽകൃതമായ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഖ്യമാണ് നാറ്റോ. ചേരിചേരാ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ നേതാക്കൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ലോക വ്യാപാര സംഘടന 1995 നിലവിൽ വന്നത്.
ബാഗ്ദാദ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് 1955 നിലവിൽ വന്ന സംഘടന ഏതാണ്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ത് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് വന്നത്? ബാഗ്ദാദ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് 1955 നിലവിൽ വന്ന സംഘടനയാണ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പേരാണ് ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, അല്ലെങ്കിൽ ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പഴയ പേരെന്താണ്? ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക്. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയൽ. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? മോൺട്രിയൽ. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേൾഡ് ഹിസ്റ്ററി അഥവാ ലോക ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ആ 3 വീഡിയോ കാണുക കേട്ടോ, എക്സാമിന് മുന്നേ കണ്ടിട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്